ഹായ്. ഇന്ന് നമ്മൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലത്തെ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിവിഡൻ്റ് ആയിരുന്നു അല്ലേ. എന്താ ഡിവിഡൻ്റ്, ടൈപ്സ് ഓഫ് ഡിവിഡൻസ്, അങ്ങനത്തെ കുറേ കേസസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഡിവിഡൻഡ് പോളിസിയാണ്. ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കമ്പനിക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ആ പ്രോഫിറ്റ് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഫുള്ളായിട്ട് നമ്മൾ റീറ്റെയിൻഡ് ഏണിങ്സ് ആയിട്ടും വെക്കില്ല, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയും ചെയ്യില്ല, ഫുള്ള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഇല്ല, ഒരു പോർഷൻ നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ ആ ഒരു ഡിസിഷനാണ് എത്ര പോർഷൻ നമ്മൾ മാറ്റി വെക്കണം, എത്ര പോർഷനാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതാണ് ഈ ഡിവിഡൻഡ് പോളിസിയിൽ പറയുന്നത്. ഓക്കെ, ആ അലോക്കേഷനാണ് എത്ര ഷെയർ ഹോൾഡേഴ്സിന് എത്ര റീറ്റെയിൻ ചെയ്ത് വെക്കണം, ആ ഒരു അലോക്കേഷൻ്റെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്, എത്ര അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് ഇവിടെ എന്ത് പറയുന്നത്, ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കി നോക്കാം. എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ ഡിവിഡൻഡ് പോളിസി എടുക്കുന്നത്? മെയിൻലി ഫസ്റ്റ് വൺ ഈസ് ടാക്സ് ബെനിഫിറ്റ്, പിന്നെ ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ് അനദർ കേസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, വേറൊരു കേസ്. പിന്നെ മാർക്കറ്റിൻ്റെ ഷെയർ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് ഇതൊക്കെയാണ് മെയിൻലി വരുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് പോളിസിയുടെ. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിവിഡൻഡ് പോളിസീസ് പല ടൈപ്സിലുണ്ട്. ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ് ആണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് റെഗുലർ ഡിവിഡൻഡ് പോളിസിയാണ്. ഓക്കെ, റെഗുലർ ഡിവിഡൻഡ് പോളിസി അല്ലെങ്കിൽ റെഗുലർ ആൻഡ് എക്സ്ട്രാ ഡിവിഡൻഡ് പോളിസി. റെഗുലർ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ എന്താണ് ഡിവിഡൻഡ് നമ്മളൊരു യൂഷ്വൽ റേറ്റ് എപ്പോഴും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ആ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവരുടെ എന്താണ് ഈ ട്രസ്റ്റ് കൂടുന്നുണ്ട്, നമുക്ക് കോൺഫിഡൻസ് കൂടും അതിനകത്ത്, ആ ഒരു അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട്. റെഗുലർ ആൻഡ് എക്സ്ട്രാ ഡിവിഡൻഡ് പോളിസി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ റെഗുലർ ഡിവിഡൻഡ് പോളിസി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് നോർമലി ഒരു പർട്ടിക്കുലർ റേറ്റ് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്, അതോടുകൂടി നമുക്കിപ്പോൾ ഒരു ഓർഗനൈസേഷന് ഒരു ടൈമിൽ നമുക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുന്ന, എക്സ്ട്രാ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കേസിനാണ് എക്സ്ട്രാ ഡിവിഡൻഡ് പോളിസി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറൊരു കേസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്നുള്ളതാണ്. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസിയിലും ഇത് തന്നെയാണ് പറയുന്നത്, ഒരു മിനിമം റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് റെഗുലറായിട്ട് പേ ചെയ്യുന്ന ഒരു കേസാണ് സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിനകത്ത് പറയാം, പേയ്മെൻറ്റ് ഓഫ് സർട്ടീൻ മിനിമം എമൗണ്ട് ഓഫ് ഡിവിഡൻഡ് റെഗുലർലി. അങ്ങനെയാണ് നമ്മൾ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു കേസാണ് റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. എന്താ റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇൻ ലിeu ഓഫ് ക്യാഷിന് പകരം നമ്മൾ ഇവിടെ എന്താണ് പേ ചെയ്യുന്നത്, സ്റ്റോക്കാണ് നമ്മൾ പേ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. ഇൻ ലിeu ഓഫ് ക്യാഷിന്, അതായത് ക്യാഷിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോക്കാണ് അവർക്ക് ഡിവിഡൻ്റായിട്ട് പേ ചെയ്യുന്നത് എന്നുള്ളതാണ്. വേറൊരു കേസാണ് റെഗുലർ ഡിവിഡൻഡ് പ്ലസ് സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. റെഗുലർ ഡിവിഡൻഡ് പ്ലസ് സ്റ്റോക്ക് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് കൊടുക്കുന്നുണ്ട്, റെഗുലറായിട്ട് നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ക്യാഷ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സ്റ്റോക്കും കൂടിയും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് ക്യാഷിന് പകരം നമ്മൾ സ്റ്റോക്കാണ് പേ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നതെന്നറിയോ, റെഗുലർ ഡിവിഡൻഡ് പ്ലസ് സ്റ്റോക്ക് ഡിവിഡൻഡ്. റെഗുലറായിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ക്യാഷിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തും കൂടി പേ ചെയ്യുന്നുണ്ട്, സ്റ്റോക്കും കൂടി പേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് റെഗുലർ ഡിവിഡൻഡ് പ്ലസ് സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഫൈനലി നമ്മൾ ഇറഗുലർ ഡിവിഡൻഡ് പോളിസിയാണ്. ഇവിടെ ഒരു റെഗുലറായിട്ട് കീപ്പ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല അവിടെ അല്ലേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതിനെയാണ് നമ്മൾ റെഗുലർ ഡിവിഡൻഡ് പോളിസി. അതിൽ റേറ്റ് ഒന്നും ഫിക്സഡ് ആയിരിക്കില്ല, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് അല്ല നമ്മളവിടെ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് റെഗുലർ ഡിവിഡൻഡ് പോളിസിനകത്ത് പറയുന്നത്. ആൻഡ് പിന്നെ ഫൈനലി ഇമ്പോർട്ടൻ്റ് അല്ല നോ ഡിവിഡൻഡ് പോളിസി പറയുന്ന ഒരു കേസും കൂടി ഉണ്ട്, അതത്ര കാര്യമില്ല. ബട്ട് ഈ 5 കേസസാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, റെഗുലർ സ്റ്റോക്ക് ഡിവിഡൻഡ് പോളിസി, പിന്നെ അതുപോലെ തന്നെ റെഗുലർ ഡിവിഡൻഡ് പ്ലസ് സ്റ്റോക്ക് ഡിവിഡൻഡ്, സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസിയിൽ വരുന്ന പോളിസീസസ്. ഓക്കെ, ബൈ.